3 ദിവസം മുൻപായിരുന്നു ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനും നടി ആരതി പൊടിയും വിവാഹിതരായത്. ദിവസങ്ങളോളം നീണ്ട ആഡംബരപൂർണമായ ചടങ്ങുകൾക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് റോബിൻ ആരതിക്ക് താലി ചാർത്തിയത്. നിരവധി പ്രമുഖർ പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ റോബിൻ പങ്കെടുത്ത ബിഗ് ബോസ് സീസൺ 4ലെ താരങ്ങളാരും പങ്കെടുക്കാതിരുന്നതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സീരിയൽ താരവും റോബിന്റെ സഹമത്സരാർത്ഥിയുമായിരുന്ന ലക്ഷ്മിപ്രിയ മാത്രമാണ് വിവാഹത്തിനെത്തിയത്. ഈ കാര്യം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു. റോബിൻ അവരെ ഒഴിവാക്കിയതാണോ അതോ ബിഗ് ബോസ് താരങ്ങൾ വിവാഹം ബഹിഷ്കരിച്ചതോ എന്നിങ്ങനെ ചോദ്യങ്ങളും ഉണ്ടായി. വിവാഹത്തിനെത്തിയ പ്രമുഖരിൽ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമനും ഉണ്ടായിരുന്നു. റോബിൻ മോഹൻലാലിനെ ക്ഷണിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ചടങ്ങിലും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. പക്ഷേ VK ശ്രീരാമൻ എങ്ങനെയാണ് ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിനെത്തിയത് എന്നൊരു ചോദ്യമുയർന്നു. ഇത് അദ്ദേഹത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം വധൂവരന്മാർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് നടനൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇന്ന് ഗുരുവായൂരിൽ ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു. എൻ്റെ തീയത്തിയുടെ കസിന്റെ മകളാണ് കല്യാണപ്പെണ്ണ്. പൊടീസ് എന്ന പേരിലുള്ള വസ്ത്രാലങ്കാര അല്ലെങ്കിൽ അലങ്കാര വസ്ത്ര പ്രസ്ഥാനത്തിന്റെ പെരുന്തച്ഛനാണ്. ബ്രാക്കറ്റിൽ പെരുന്തച്ഛന്റെ സ്ത്രീലിംഗം എന്താന്ന് നിശ്ചയമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആരതി പൊടിയെയാണ് പെരുന്തച്ഛനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൊടീസ് ബൊട്ടീക്കിന്റെ പുതിയാപ്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബിഗ് ബോസുമാണെന്ന് ശ്രീരാമൻ കുറിക്കുന്നു. ഫാഷൻ ഡിസൈനിങ്ങും റിയാലിറ്റി ഷോയും നമുക്ക് കേട്ടുകേൾവിയില്ലാതെ കണ്ടുകാണിയല്ല. അതിനാൽ ആ മേഖലയിലേക്ക് നോം പ്രവേശിക്കുന്നില്ല. ഈ വൈവാഹികത്തിൽ തൃശൂർക്കാരൻ ഇമ്മട്ടി എന്ന ടോമിന്റെ റോൾ എന്താണെന്നറിയില്ലെങ്കിലും റോളിംഗ് സ്റ്റോൺ ഗേദേഴ്സ് നോ മോസ് എന്നാണല്ലോ. പായലേ വിട പൂപ്പലേ വിട എന്നാണ് ഏഷ്യൻ പെയിന്റ്സും പറയുന്നത്. അതിനാലും മംഗലം കേമമായി. ഉർസുല വന്ന് എന്നോടെന്തോ പറഞ്ഞു. ഞാനത് കേട്ട പോലെ ഇരുന്നു. എന്റെ ശരീരത്തിൽ നിന്ന് ഇളം കൂണുകളുടെ ഗന്ധം ഉയർന്നിരുന്നു. അതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആയതിനാലും ഇന്ന് കോഴിക്കോട്ടേക്ക് പോണം. വട്ടാമ്പോയിൽ ചോയ്ക്കുട്ടി വൈദ്യരെയും മഠത്തിൽ മൂപ്പരെയും കാണണം. പാഠം 8 നൃത്തം ചെയ്യുന്ന മലയാളമാണ് എന്നാണ് സ്വതസിദ്ധമായ ശൈലിയിലുള്ള VK ശ്രീരാമന്റെ കുറിപ്പ്. ഇതിൽ നടൻ ഭാര്യയെ തീയെത്തിയെന്ന് ചേർത്ത് പറഞ്ഞതിൽ നിരവധി പേർ അഭിപ്രായവുമായി എത്തി. ജാതിബോധം ജാസ്തിയാണ്, അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണോ എന്നൊക്കെയുള്ള കമന്റുകൾ. ജാതി വ്യവസ്ഥയോടുള്ള ശ്രീരാമേട്ടന്റെ അടങ്ങാത്ത പ്രതിഷേധ ഹാസ്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിവരദോഷികളും ഇക്കൂട്ടത്തിലുണ്ടല്ലോ എന്നും കമന്റുകളെത്തി. മുൻപ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള രസകരമായ ഒന്നിലധികം കുറിപ്പുകൾ ശ്രീരാമൻ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മമ്മൂട്ടിയുടെ പിന്നിൽ നിന്നെടുത്ത ഒരു ചിത്രത്തിനൊപ്പം പങ്കുവച്ച കുറിപ്പ്. കുറച്ചു വർഷം മുൻപ് മമ്മൂട്ടിയുടെ വീട് സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രവും ഇരുവരും തമ്മിലുണ്ടായ സംഭാഷണവുമായിരുന്നു ആ കുറിപ്പിന് പിന്നിൽ. നടന്നു പോകുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിന് കീഴെ ശ്രീരാമൻ കുറിച്ചതിങ്ങനെ: ആളറിയാതെ എടുത്തതാണ്. ഞാനിതുവരെ മുഖം ശരിക്കും കണ്ടിട്ടില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. മറ്റൊരു കുറിപ്പ് ശ്രീരാമന്റെ വീട്ടിലേക്കുള്ള മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും അപ്രതീക്ഷിത സന്ദർശനമാണ്. വീട്ടിലെ അടുക്കളയിലെത്തിയ മമ്മൂട്ടിയുടെ രസകരമായ ഒരു ചോദ്യവും അതിനുള്ള ശ്രീരാമന്റെ ഉത്തരവുമാണ് കുറിപ്പിലുള്ളത്. പ്രമുഖ നിർമ്മാതാവായ രവി കൊട്ടാരക്കരയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് പോകവെയാണ് മമ്മൂട്ടിയും ഭാര്യയും സുഹൃത്തായ ശ്രീരാമന്റെ വീട്ടിലെത്തിയത്. അടുക്കളയിൽ അങ്ങിങ്ങായി തൂക്കിയിട്ടിരിക്കുന്ന വാഴക്കുലകൾ കണ്ട മമ്മൂട്ടി ശ്രീരാമന്റെ ഭാര്യയോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് രസകരമായ ആ സംഭാഷണം പിറവികൊണ്ടത്. അന്നും തീയെത്തി എന്നാണ് ശ്രീരാമൻ ഭാര്യയെ വിളിക്കുന്നത്. അന്നത് വൈറലായി മാറിയിരുന്നു.